ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മോളിലാണ്. സോ ഇന്ന് ലുലു മോളിൽ ഓട്ടോ എക്സ്പോ നടക്കുകയാണ്. ഫെബ്രുവരി 18th and 19th ആണ് ഓട്ടോ എക്സ്പോ നടക്കുന്നത്. നല്ല കിട്ടില്ല സൂപ്പർ ബൈക്സും സൂപ്പർ കാർസും വിൻറ്റേജ് കാർസിൻ്റെയും നല്ലൊരു കളക്ഷൻ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഓട്ടോ എക്സ്പോ ആണ് ഇവിടെ നടക്കുന്നത്. സോ ഞാനിപ്പോൾ ലുലു മോളിൻ്റെ പുറത്താണ്. ബാക്കി കാണുന്ന ഒരു എൻട്രൻസ് ആണ് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെ നിന്നുള്ളൊരു എൻട്രൻസ് ആണ്. ഞാൻ കാറ് താഴെ പാർക്ക് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഇനി അകത്തോട്ട് കയറി അകത്തെ കാഴ്ചകളും സൂപ്പർ ബൈക്സും കാർസും വിൻറ്റേജ് കാർസും എല്ലാം ഒന്ന് കണ്ടു നോക്കാം. സോ ഞാനിപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ആ ഒരു എൻട്രി കൂടെയാണ് കയറുന്നത്. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമാണ്. സാറ്റർഡേ സൺഡേ നല്ല തിരക്കുള്ളൊരു ദിവസമാണ് അത്യാവശ്യം. സോ ഇപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ആ ഒരു സൈഡിലാണ്. നമുക്ക് ഇതുവഴി ഫസ്റ്റ് ബൈക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന ആ ഒരു സൈഡിലോട്ട് പോകാം. എൻ്റെ സൂപ്പർ ബൈക്ക് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ കാവാസാക്കി നിഞ്ച ZX 10R. സോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ തന്നെ ബാക്കി ബൈക്സും ഇരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ സൂപ്പർ ബൈക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന സ്ഥലം. സോ ഇവിടെ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഡേറ്റോണയാണ്. ഡേറ്റോണ 675R എന്ന് പറയുന്ന മോഡലാണ്. സോ ഈ ഒരു ഓട്ടോ ഷോ നടത്തുന്നത് ബെല്ലിൻടർഫ് മോട്ടോഴ്സും ലുലു ഓട്ടോ ഷോയും കൂടെ ചേർന്നിട്ടാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രയംഫിൻ്റെ 675R എന്ന് പറയുന്ന ബൈക്ക്. നമുക്ക് അടുത്ത ബൈക്കിലോട്ട് പോകാം. ഇത് കാവാസാക്കിയുടെ Z900 ആണ്. നമുക്ക് ഒരു സൂപ്പർ ബൈക്ക് ഫസ്റ്റ് ആദ്യം എല്ലാവരും മനസ്സിൽ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് വരുന്നൊരു ബൈക്കാണ് Z900 എന്ന് പറയുന്നത്. സോ ഇതിൽ നല്ലൊരു കിടില ആരോയുടെ എക്സോസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ബൈക്കെല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ആ ഒരു ഏരിയയിൽ തന്നെയാണ്. നെക്സ്റ്റ് ബൈക്ക് എന്ന് പറയുന്നത് ബെന്നി TNT 600i എന്ന് പറയുന്നതാണ്. നല്ല ഒരു ഇൻലൈൻ 4 സിലിണ്ടർ ഒരു ബൈക്കാണ്. നല്ലൊരു എക്സോസ്റ്റ് സൗണ്ടൊക്കെ ഉള്ളൊരു ബൈക്കാണിത്. സോ ഇത് നമ്മുടെ വണ്ടിയാണ്. നമ്മുടെ കാവാസാക്കി ZX 10R ആണ്. ഇത് മിക്കവർക്കും അറിയായിരിക്കും, എൻ്റെ ഒരു ചാനൽ കാണുന്നവർക്ക് ഈ ഒരു ബൈക്ക്. സോ അതും നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് ഹാർലിയാണ്. ഹാർലി ഡേവിഡ്സൻ്റെ സ്ട്രീറ്റ് 750 എന്ന് പറയുന്നത്, സ്ട്രീറ്റ് റോഡ് 750 എന്ന് പറയുന്നതാണ്. സോ അതിവിടെ ഉണ്ട്. ഇത് നമ്മുടെ നിസാമിക്കയുടെ വണ്ടിയാണ്. ഇത് ZX 10R ആണ്. 2021 മോഡലാണ്. എൻ്റെ ബൈക്ക് എന്ന് പറയുന്നത് ആയിരിക്കുന്നത് 2023 മോഡലാണ്. ഇവിടെ അതാ വേറൊരു കിട്ടില്ല ഒരു ഓഫ് റോഡ് വണ്ടിയുണ്ട്. ട്രയംഫിൻ്റെ ടൈഗർ എന്ന് പറയും. ടൈഗർ 800 ആണ്. ടൈഗറിന് തന്നെ ഒത്തിരി വേരിയൻസ് ഉണ്ട്. ഇത് ടൈഗർ 800 എന്ന് പറയുന്നത് ഫുള്ളി ആക്സസറൈസ്ഡ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. നമുക്ക് പാനിയേഴ്സും എല്ലാ സംഭവമുള്ളൊരു വണ്ടിയാണ്. ഇത് നമ്മളെ ജയൻചേട്ടൻ്റെ വണ്ടിയാണ്. ഫുള്ളി ആക്സസറൈസ്ഡ് ആണ്. ഇനി നമ്മളിപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് നിഞ്ച 1000 ആണ്. ഇത് നമ്മുടെ അജീഷ് ബ്രോയുടെ വണ്ടിയാണ്, നിഞ്ച 1000. ഇത് ഒരു സ്പോർട്സ് ടൂറാണെന്ന് പറയാം. നമുക്ക് അത്യാവശ്യം ലോങ് ടൂറിങ്ങിനൊക്കെ പറ്റിയ ഒരു സ്പോർട്സ് ബൈക്കാണെന്ന് പറയാം. 1000cc എൻജിൻ വരുന്നതാണ്. നമുക്ക് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡ്യൂക്കാറ്റി സ്ക്രാംബ്ലർ കാണാം. സ്ക്രാംബ്ലർ എല്ലാവർക്കും അറിയാം, ഭയങ്കര നിമ്പിളായിട്ടുള്ളൊരു വണ്ടിയാണ്. നമുക്ക് ഈസിലി കൊണ്ടു കിടക്കാം. വണ്ടി ഭയങ്കര സൈസ് കുറവാണ്. സോ ഇതാണ് സ്ക്രാംബ്ലർ. അടുത്തത് വരുന്നത് നമ്മൾ RD ആണ്. RD 350, നമ്മുടെ ലെജൻഡ് എന്നൊക്കെ പറയുന്ന വണ്ടി. ഏകദേശം 39 bhp 37 Nm ടോർക്കുമാണ് ഈ ഒരു ബൈക്കിൻ്റെ പെർഫോമൻസ് പവർ എന്ന് പറയുന്നത്. അത് പണ്ടത്തെ കാലത്ത് ഇത്രയും പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈക്കാണ്. സോ അത് ഇപ്പോഴും ഒരു നല്ലൊരു വിൻറ്റേജ് കളക്ഷനായിട്ട് നിൽക്കുന്നൊരു വണ്ടിയാണ്. ഇത് RD 350യുടെ തന്നെ ഫ്രണ്ടിലൊരു ഫെയറിംഗ് കിറ്റ് പോലെ ചെറുതായിട്ട് വരുന്നൊരു മോഡലാണ്. ഇത് ഡ്യൂക്കാറ്റിയുടെ മോൺസ്റ്ററാണ്. മോൺസ്റ്ററിൻ്റെ ഒരു ഓൾഡ് എഡിഷനാണ്. മോൺസ്റ്റർ 796 എന്ന് പറയുന്നത്.
ഇതും ഡ്യൂക്കാറ്റി മോൺസ്റ്റർ ആണ്. ഇത് ഡ്യൂക്കാറ്റി മോൺസ്റ്ററിൻ്റെ കുറച്ചുകൂടെ ഒരു അപ്ഡേറ്റഡ് മോഡലാണ്. ഇത് 797 എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഒരു മോൺസ്റ്റർ നിങ്ങൾക്ക് കാണാം 796ഉം അതെന്ന് പറയുമ്പോൾ 797ഉം ആണ്. സോ ടോട്ടലി നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ആ ഒരു ഏരിയയിലാണ് സൂപ്പർ ബൈക്കുകളെല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. സോ നമുക്കിനി അടുത്തതായി സൂപ്പർ കാർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സ്ഥലത്തോട്ട് പോവാം. സോ ഞാനിപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ റൈറ്റ് എടുത്ത് നമ്മൾ സൂപ്പർ കാർ ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. സോ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ലിവീസിൻ്റെ ഷോറൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കാണാമെന്നുള്ള വണ്ടിയാണെന്ന് വെച്ചാൽ വോക്സ് വാഗണിൻ്റെ ബീറ്റിലാണ്. സോ നമുക്ക് ബീറ്റിൽ ഇവിടെ കാണാം. സോ ബീറ്റിലും ഒരു ലെജൻഡറി വണ്ടിയാണ്. കാരണം ഇതിൻ്റെ ആ ഒരു ഷേപ്പ് പഴയ മോഡൽ വണ്ടി അവർ ഒരു ന്യൂ ഡിസൈനായിട്ട് ഇറക്കിയ ഒരു വണ്ടിയാണ് ബീറ്റിൽ എന്ന് പറയുന്നത്. ഇതിപ്പം ഡിസ്കണ്ടിന്യൂഡ് ആണ് എങ്കിലും എപ്പോഴും റോഡിലൊക്കെ നമ്മൾ കണ്ടാലും ഒരു പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വണ്ടിയാണ് ഈ വോക്സ് വാഗൺ ബീറ്റിൽ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത കാറിലോട്ട് പോവാം. നമുക്ക് അടുത്തത് റോൾസ് റോയ്സ് ആണ്. ഒരു രക്ഷയില്ല, ഡുവൽ ടോൺ റോൾസ് റോയ്സ്. ഇത് നമ്മുടെ ലിങ്ക് ഫോർ യു ഗ്ലോബൽ നമ്മുടെ സെക്കൻഡ്സ് യൂസ്ഡ് കാർസ് കൊടുക്കുന്നൊരു ഷോറൂമിൽ നിന്ന് കൊണ്ടുവന്നിട്ടേക്കുന്ന വണ്ടിയാണ്. നമ്മളിനി ഇതിൻ്റെ സെൻറ്റർ ഏരിയ, ലുലു മോളിൻ്റെ സെൻറ്റർ ഏരിയ, അതായത് നമുക്ക് മിക്ക ഇവൻറ്റ്സും നടക്കുന്ന ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ കുറച്ച് പുതിയ ബൈക്കുകളുടെ ഒരു ഡിസ്പ്ലേകൾ കാണാം. ഈ TVS റോണിൻ്റെ ഷോറൂം ഡിസ്പ്ലേ ആണ്. TVS റോണിൻ്റെ ഡിസ്പ്ലേ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതിൻ്റെ തന്നെ 2 കളർ ബൈക്കുകൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പുറത്തോട്ട് വരുമ്പോൾ KTMൻ്റെ ഡിസ്പ്ലേ കൗണ്ടറാണ്. നമുക്ക് 390 അഡ്വഞ്ചർ, RC 390 ഇങ്ങനെയുള്ള കുറച്ച് ബൈക്കുകളുണ്ട്. ഇവിടെ നമുക്ക് വരുമ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഡിസ്പ്ലേ കൗണ്ടറാണ്. റോയൽ എൻഫീൽഡ് ക്ലാസിക് ഇരിക്കുന്നുണ്ട്. ഇവിടെ ഹണ്ടർ ഉണ്ട്. ഹണ്ടർ അത്യാവശ്യം ഒരു സെയിലുള്ളൊരു മോഡലാണ്. റോയൽ എൻഫീൽഡ് എനിക്കാണെങ്കിൽ പോലും ഇഷ്ടമുള്ളൊരു മോഡലാണ് ഹണ്ടർ എന്ന് പറയുന്നത്. സോ നല്ലൊരു വണ്ടിയാണ് ഹണ്ടർ. ഏകദേശം ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് 2,11,000 സംതിങ് അടുപ്പിച്ചാണ് വരുന്നത്. നല്ലൊരു പെപ്പി ബൈക്കാണ് ഞാൻ പറയാം. പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടർ കാണാം. നമുക്ക് ഏത്തറിൻ്റെ 450X എന്ന് പറയുന്നൊരു സ്കൂട്ടറാണ്. ഇലക്ട്രിക്കുകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സ്കൂട്ടേഴ്സാണ് ഏത്തർ എന്ന് പറയുന്നത്. സോ അവരുടെ ഒരു ഡിസ്പ്ലേ കൗണ്ടർ ഇവിടെ കാണാം. ഇത് നമ്മൾ നേരെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് നിസാൻ മാഗ്നൈറ്റിൻ്റെ ഒരു ഡിസ്പ്ലേ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ വരുമ്പോൾ ഹ്യുണ്ടൈയുടെ ഒരു ഡിസ്പ്ലേ കൗണ്ടറുണ്ട്, ഹ്യുണ്ടൈ വെനുവിൻ്റെ. ഇപ്പുറത്ത് ഹോണ്ട അമേസിൻ്റെ ഒരു കൗണ്ടറുണ്ട്. ഇത് ജാഗ്വാറിൻ്റെ ഒരു കൗണ്ടറാണ്. ജാഗ്വാറിൻ്റെ F-Pace എന്ന് പറയുന്ന വണ്ടിയാണ് ഈ കിടക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വരുന്ന കൗണ്ടർ അതായത് നമ്മുടെ XC40 വോൾവോയുടെ വണ്ടിയാണ്. വേൾഡിൽ സേഫസ്റ്റ് കാർ ബിൽഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് വോൾവോ. സോ അവരുടെ XC40യുടെ EVയും കിടപ്പുണ്ട് ഇവിടെ. സോ ഇത് ഇത്രയാണ് നമുക്ക് പുതിയ വാഹനങ്ങളുടെ കൗണ്ടറായിട്ട് ഇവിടെ ഇപ്പം ലുലു ഓട്ടോ ഷോയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്കിനി അടുത്ത സ്പോർട്സ് കാർ ഏതൊക്കെയെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിവിടെ BMWയുടെ ഒരു EV വണ്ടി കാണാം. BMWയുടെ ഒരു EV വണ്ടിയാണ്. സോ ഇതിൻ്റെ മോഡൽ ഏതാണെന്ന് വെച്ചാൽ i4 എന്ന് പറയുന്നതാണ്.
അത്യാവശ്യം നല്ലൊരു ലെങ്തി ആയിട്ടുള്ളൊരു സെഡാൻ തന്നെയാണെന്ന് പറയാം. നമുക്ക് അങ്ങോട്ട് പോകാം. ആ സൈഡിലും കുറച്ച് സ്പോർട്സ് കാർസ് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റുന്നൊരു വണ്ടിയാണ്. മസ്റ്റാങ് ആണ്, ഫോർഡിൻ്റെ മസ്റ്റാങ്. അതിൽ കുറച്ച് ഷെൽബിയുടെ ലോഗോയൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളൊരു വണ്ടിയാണ് ഫോർഡിൻ്റെ മസ്റ്റാങ് എന്ന് പറയുന്നത്. 5.0, ദാറ്റ് മീൻസ് 5000 cc അടുപ്പിച്ച് വരുന്നൊരു വണ്ടിയാണ്. സോ ഒരു രക്ഷയില്ലാത്തൊരു വണ്ടിയാണെന്ന് തന്നെ പറയാം ഫോർഡ് മസ്റ്റാങ്. ഇത് ഒരു ട്രൂലി സ്പോർട്സ് കാറാണ്. അതിൻ്റെ ബാക്കിലത്തെ ആ ഒരു ഷെൽ ഡിസൈനും എല്ലാം വരുന്നത്. ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതിൽ സ്പോർട്സ് കാറായിട്ട്, ട്രൂലി സ്പോർട്സ് കാറായിട്ട് വരുന്ന 2 വണ്ടിയാണ്. അതിൽ ഒരെണ്ണമാണ് ഇപ്പം നമ്മൾ ഈ കണ്ട ഫോർഡിൻ്റെ മസ്റ്റാങ്. ഇത് ഇപ്പോൾ കാണുന്ന വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ മാസറാട്ടിയുടെ വണ്ടിയാണ്. മാസറാട്ടി ബ്രാൻഡിൻ്റെ വണ്ടിയാണ്. സോ ഇതൊക്കെ വളരെ അപൂർവമായിട്ട് നമുക്ക് റോഡിൽ കാണാൻ പറ്റുന്ന വണ്ടിയാണ് നമ്മുടെ കേരളത്തിൽ. ഇതിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ മാസറാട്ടി ലിവാൻഡ് എന്ന് പറയുന്ന മോഡലാണ്. സോ ഇതൊരു SUV ടൈപ്പാണ്. ഇത് നമുക്ക് വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ഒരു വണ്ടി ഇവിടെ ഉണ്ട്. നമ്മൾ ഇന്നലെ നൈറ്റ് വന്നപ്പോൾ തന്നെ ആ വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. സോ നമുക്ക് ഇനി അത് കാണാൻ പോവാം. ആ വണ്ടി നിങ്ങളെ ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, ഞാൻ അതിൻ്റെ അടുത്തെത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതാണ് ആ വണ്ടി. Audi TT എന്ന് പറയുന്ന വണ്ടിയാണ്. നമ്മുടെ സുഭാഷ് ചേട്ടൻ്റെ വണ്ടിയാണ് Audi TT. ഇതിനാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കാൻ ആൾക്കാർ മുന്നിൽ വന്നിരിക്കുന്ന വണ്ടി. ഇതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലുക്കായിരിക്കും. സോ ഇതാണ് Audi TT. ഇതും പക്ക ഒരു സ്പോർട്സ് കാറാണ് Audi TT. ഇനി മറ്റൊരു ഓഫ് റോഡ് വണ്ടിയാണ് ജീപ്പിൻ്റെ റുബിക്കോൺ എന്ന് പറയുന്ന വണ്ടിയാണ്. ജീപ്പ് റാംഗ്ലർ റുബിക്കോൺ. സോ ഇത് പക്ക ഒരു ഓഫ് റോഡ് വണ്ടിയാണ്. ഇതൊരു നമുക്ക് ഹാർഡ് ടോപ്പും സോഫ്റ്റ് ടോപ്പും ആ ഒരു കോമ്പിനേഷനിൽ കിട്ടാവുന്ന വണ്ടിയാണ്. സോ ഇത് റാംഗ്ലറിൻ്റെ റുബിക്കോൺ എന്ന് പറയുന്ന വണ്ടിയാണ്. ഇനി നമുക്ക് കുറച്ച് വിൻറ്റേജ് കാർസിലോട്ട് പോവാം. ഈ കാണുന്നത് വിൻറ്റേജ് കാറാണ്. നമ്മുടെ പണ്ടുണ്ടായിരുന്ന പ്രീമിയർ വണ്ടിയാണ്. ഇവിടെ ബ്രാൻഡിൻ്റെ ഡീറ്റെയിൽസും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ഏകദേശം 52 bhp ആണ് ഈ വണ്ടിയുടെ പവർ എന്ന് പറയുന്നത്. സോ ഇത് പ്രീമിയറിൻ്റെ വണ്ടിയാണ്. നമുക്ക് ഇതിൻ്റെ നെയിം കാണാം, പ്രീമിയർ 188 NE എന്ന് പറയുന്ന നെയിം. ഇനി നമുക്ക് അടുത്ത സൈഡിലോട്ട് പോവാം. അടുത്ത വണ്ടി ഏതാണെന്ന് നോക്കാം നമുക്ക്. അടുത്ത വണ്ടി നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ മാരുതി സുസുക്കി 800 ആണ്.
സോ ഇതൊക്കെ ഫുള്ളി റീസ്റ്റോർഡ് ആയിട്ട് ഇപ്പോഴും വളരെ നീറ്റായിട്ട് ആൾക്കാർ കൊണ്ടു നടക്കുന്നുണ്ട്. ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് ഏകദേശം 35 bhp ആണ്. 35 bhpയിൽ ഒരു കാർ ഇന്നും ഉള്ള അറിയുന്നത് ഒന്നും പറയാനില്ല അതിനെപ്പറ്റി. എങ്കിലും അതാണ് നമ്മുടെ മാരുതി 800. ഇത് കോണ്ടസാണ്. പണ്ട് മുതലേ ഉള്ള ഒരു ക്ലാസിക് ലെജൻഡ് വണ്ടിയാണ് കോണ്ടസ. സോ അതാണ് ഇവിടെ കിടക്കുന്നത്. മിക്ക മൂവീസിൽ ഇപ്പോഴും യൂസ് ചെയ്യുന്നൊരു വണ്ടിയാണ്. കാരണം ഇതിൻ്റേതായ ആ ഒരു ലുക്ക് വേറെ വണ്ടിയൊക്കൊന്നും വന്നിട്ടില്ല. സോ ഇത് HMൻ്റെ ആണ്, അതായത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ ആണ് ഈ ഒരു കോണ്ടസ എന്ന് പറയുന്ന കാറ്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഓട്ടോ ഷോ ലുലു ബെല്ലൻടർഫ് കണ്ടക്ട് ചെയ്യുന്ന ഓട്ടോ ഷോയുടെ എക്സ്പീരിയൻസ്. സോ ഇവിടെ ഒത്തിരി സ്പോർട്സ് കാർ, സ്പോർട്സ് ബൈക്സ്, പിന്നെ വിൻറ്റേജ് കാർസ് എല്ലാം ഇവിടെ അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു എക്സിബിഷൻ വന്ന് കാണേണ്ടതാണ്. 2 ദിവസമാണുള്ള, February 18, February 19. ഇൻ കേസ് ഈ വീഡിയോ വരുന്നത് ഈ ഡേറ്റ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ ക്ഷമിക്കണം, എഡിറ്റിങ്ങിൻ്റെ ആ ഒരു ടൈം ഗ്യാപ്പ് എടുക്കുന്നതുകൊണ്ടായിരിക്കാം. എങ്കിലും നിങ്ങൾക്ക് വന്ന് കാണാൻ പറ്റാത്തവർക്ക് ഈ ഒരു വീഡിയോ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ നല്ല കിട്ടില്ല വീഡിയോസായിട്ട് ഞങ്ങൾ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു, ബൈ. You can watch me go, 'cause I don't need you to like me. Don't need you to like me. Don't need you to like me. You can say hello, but I don't need you to like me. Don't need you to like me. Don't need you to like me. You can watch me go, 'cause I don't need you to like me. Don't need you to like me. Don't need you to like me.